ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ വീഡിയോ കാണുന്നവർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യാം. ഇതിൽ നമ്മൾ പരിവാഹൻ സെർച്ച് ചെയ്യാം കേട്ടോ. പരിവാഹൻ. ഓക്കെ, ഇതവിടെ സെക്കൻഡ് കാണുന്ന വെബ്സൈറ്റിൽ അത് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നതേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഓൺലൈൻ സർവീസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്ന് പറഞ്ഞ് താഴെ കാണുന്നില്ലേ, ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ സൈഡിലായിട്ട് വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ടച്ച് ചെയ്യാം. അതിനുശേഷം വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം താഴെ ഒരു ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നത്. ഇതിൽ നമ്മൾ ഡൗൺലോഡ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ല, അത് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പ്രിന്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ല മൂന്നാമതായിട്ട്, അത് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരുന്നതായിരിക്കും. ഇവിടെ നമ്മുടെ വണ്ടിയുടെ ചേസിസ് നമ്പറിന്റെ ലാസ്റ്റ് 5 ഡിജിറ്റ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ശേഷം നമ്മളിവിടെ വാലിഡേറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നില്ല, അതിൽ ടച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ഡിക്ലറേഷൻ വന്നിട്ടുണ്ടാവും, നമ്മളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ജനറേറ്റ് OTP എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും, അതിൽ നമ്മൾ ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ജനറേറ്റ് OTP കൊടുക്കുക. OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളോട് ഷോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കാണുന്നില്ലേ, ആ ഓപ്ഷനിൽ ടച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ ഇവിടെ നമ്മുടെ RC കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സൈഡിലായിട്ട് ഇവിടെ നോക്കുവാണെങ്കിൽ പ്രിന്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പ്രിന്റ് ഓപ്ഷൻ ടച്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ഇത് PDF ആയിട്ട് തന്നെ സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കളർ പ്രിന്റ് ആണ് വരുന്നത്, നിങ്ങൾക്ക് ലാമിനേറ്റ് ചെയ്തും സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.